അപ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രിയായി. ഞാൻ ഇതിന്ന് അപ്ലോഡ് ചെയ്യുമോ അറിയില്ല. എന്തായാലും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് നോക്കാം. പോസിറ്റീവാണോ നെഗറ്റീവാണോ, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആണോ, എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 1. ദൈവത്തിനെ വിചാരിച്ചിട്ട് ഒരു കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, ദൈവത്തിനെയോ യൂണിവേഴ്സിനെയോ വിചാരിച്ച് ഒരു കാർഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് കാർഡ് നമ്പർ 1 വയ്ക്കുന്നത്. കാർഡ് നമ്പർ 2, ആൻഡ് കാർഡ് നമ്പർ 3. ഈ ഒരു പീകോക്കിൻ്റെ ഇയർ റിങ്ങിൻ്റെ ഒരു സ്റ്റഡ് പോലത്തെ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് ചൂസ് ചെയ്തോളൂ. ടൈം എടുത്ത് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ചൂസ് ചെയ്തോളൂ. ഞാൻ എന്തായാലും റീഡിങ് ചെയ്യാം. ഓക്കെ, ഡെവിൾ കാർഡാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ റീഡിങ് ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെ ഈ ഒരു ഡെവിൾ കാർഡ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഡെവിൾ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട് എന്നാണ്. ഒന്നീ നിങ്ങളുടെ ഉള്ളിലായിരിക്കും ഒരു മോശം സ്വഭാവമോ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർമികമായിട്ടുള്ള, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇത് റിവേഴ്സ് വന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് ഇതായിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഒരു നെഗറ്റീവ് സംഭവം ഒന്നിൽ സംഭവിക്കാൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയോ നിങ്ങളുടെ ഇതിലുണ്ടാവും. യൂണിവേഴ്സിനെ പ്രാർത്ഥിച്ച് അത് മാറാൻ വേണ്ടി പ്രേ ചെയ്യുക. ഓക്കെ, ഞാൻ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് വന്ന ഗൈഡൻസ് നിങ്ങൾക്കത് ചേഞ്ച് ആകും കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ മാറും എന്നാണ് ഈ കാർഡ്. ഞാൻ ഇത് ഒന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി എടുത്തതാണ്, കാരണം അത് ചെറിയതായിട്ട് ന്യൂഡായതുകൊണ്ട്. പക്ഷേ അതിൽ വന്നേക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് മാറും. ഇതൊരു ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. ആ നെഗറ്റിവിറ്റി മാറും. അതിന് വേണ്ടിയിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കിങ് ഓഫ് പെൻറ്റക്കിൾസ് നല്ല കാർഡാണ്. നിങ്ങൾക്ക് ഒരുപാട് പൈസ വരാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നല്ലൊരു അബണ്ടൻ്റ് എനർജിയാണ്. ലക്കൊക്കെ നിങ്ങളുടെ ഫേവറിൽ വരാൻ സാധ്യതയുണ്ട്. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് റീഡിങ് ക്ലെയിം ചെയ്തോളുക. 6 ഓഫ് വൺസ്, നിങ്ങൾ ഫേമസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു നെയിം, ഫെയിം, മണി, ഒരു സ്റ്റാർ പോലെ ആവാനുള്ള സാധ്യതയുണ്ട്. പൊളിറ്റിക്സോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റീഡിങ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. നോക്കൂ, ഈ കാർഡ്, അതായത് കാർഡ് നമ്പർ 2ഉം കാർഡ് നമ്പർ 3ഉം എടുത്തവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കാർഡ് നമ്പർ 1 എടുത്തവർ ഐ സറണ്ടർ ടു ഡിവൈൻ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് ചെയ്യാൻ പറ്റട്ടെ, നല്ല കർമ്മ ഉണ്ടാവട്ടെ. എനിക്ക് ദൈവത്തോട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്, ബൈ.